بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون صدق الله العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകളും ഹലാൽ ഹറാമുകളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ ഹുസ്നുൽ ഖാത്തിമ നേടിക്കൊണ്ട് മരിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിന്റെ ആദർശവാക്യം ഉച്ചരിച്ച് മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കേരള ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ സംസ്ഥാന അമീർ സംഘടനയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും ഗസ്സക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ വിഷയം മിമ്പറിൽ ഓർമ്മിപ്പിക്കുവാനുമൊക്കെ ഇന്നലെ എല്ലാ ഖത്തീബുമാരെയും അറിയിച്ചിരിക്കുന്നു. തദടിസ്ഥാനത്തിൽ ഗസ്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഒന്നുകൂടി സൂചിപ്പിക്കണമെന്നും ഓർമ്മിപ്പിക്കണമെന്നും ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഗസ്സയിലെ നിലവിലെ അവസ്ഥ വളരെ ദയനീയമാണ്, സങ്കടമാണ്. ഇന്നലെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഡോക്ടർ യഹ്യ ഹന്ദി എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തി ഇന്നലെ അൽ ജാമിയ ശാന്തപുരം കോളേജിൽ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും അധ്യാപകർക്ക് വേണ്ടിയും ഒക്കെ പ്രത്യേകം സെഷനുകൾ നടന്നിരുന്നു. അദ്ദേഹം അറിയപ്പെട്ട ഒരു ദാഇയാണ്, പ്രബോധകനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ അമേരിക്കയിലെ വിദ്യാസമ്പന്നരായ 4000-ഓളം പേർ ഇസ്ലാമിലേക്ക് വന്നു എന്നതാണ്. അത്ര ലോകത്ത് അറിയപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹം. ഇന്നലെ അധ്യാപകർക്ക് വേണ്ടി നടന്ന ഒരു സെഷനിൽ അവസാനം അദ്ദേഹം പൊട്ടി കരയുകയുണ്ടായി. അദ്ദേഹം ഗസ്സക്കാരനാണ്. ഗസ്സയിൽ നിന്ന് 25-ാമത്തെ വയസ്സിൽ പണ്ട് നാട് കടത്തപ്പെട്ട കൂട്ടത്തിൽ അദ്ദേഹം അങ്ങനെ അമേരിക്കയിൽ പോയി താമസമാക്കി പഠനമൊക്കെ നടത്തി അവിടെ തന്നെ അധ്യാപകനായി അവിടെ തന്നെ പൗരത്വം നേടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുടുംബത്തിലെ ഏകദേശം മൊത്തം പരിശോധിച്ച് നോക്കുമ്പോൾ 300-ഓളം പേർ വധിക്കപ്പെട്ടു എന്നാണ്. പല ആളുകളും മരണത്തിന് വേണ്ടി ഇഞ്ചിഞ്ചായി വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗസ്സയിലെ അവസ്ഥ ഇതാണ്. യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഉപരോധം അതും അങ്ങനെ തന്നെയാണ്. പട്ടിണി മരണം വ്യാപകമായി കൊണ്ടിരിക്കുന്നു. വംശീയ ഉന്മൂലനം വളരെ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ലോക മുസ്ലിം സമൂഹത്തിൻ്റെ കൺമുന്നിൽ വെച്ചാണ്. അതിനേക്കാൾ അപ്പുറം മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന, ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ കൺമുന്നിൽ വെച്ചാണ് ഇത്തരം ഒരു കൂട്ട കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിശപ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളൊക്കെ നോമ്പ് നോറ്റാൽ നോമ്പ് തുറക്കാനൊരു സമയമുണ്ട് എന്ന നിലയ്ക്കാണ് നമ്മളൊക്കെ നോമ്പെടുക്കുന്നത്.
നോമ്പ് തുറക്കാനുള്ളൊരവസ്ഥയും കൂടി ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പട്ടിണി മുഖേന നാമൊക്കെ പണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇങ്ങനെയൊക്കെ പലപ്പോഴും പട്ടിണി മരണങ്ങൾ വ്യാപകമായി പണ്ട് പത്രങ്ങളിൽ വായിച്ചിരുന്നത്. ഇന്നിപ്പോൾ യൂട്യൂബുകളിലും ചാനലുകളിലുമൊക്കെ പട്ടിണി മരണങ്ങളുടെ ദയനീയമായ അവസ്ഥ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ദയനീയമാണ്. ചെറിയ ചെറിയ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് പാല് തന്നെ കിട്ടണം. പക്ഷെ ഉമ്മമാർക്ക് പാൽ കൊടുക്കാനില്ല, കാരണം അവർക്കും കഴിക്കാനൊന്നും കിട്ടുന്നില്ല. എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ ഒന്നും ലഭിക്കാതെ വാവിട്ട് കരഞ്ഞുകൊണ്ട് മരിക്കും. അവരുടെ കൈകാലുകൾക്ക് നീളം കൂടുന്നു. അസ്ഥികൾ നമുക്ക് കൃത്യമായി കാണുവാൻ സാധിക്കും. ഇത് ചെറിയവരും വലിയവരും എന്ന് വ്യത്യാസമില്ലാതെ വളരെ ക്രൂരമായി ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ജോർജ് ഓർവെൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. ഹങ്കർ ഈസ് ഇൻ ജസ്റ്റ് എ ബയോളജിക്കൽ സ്റ്റേറ്റ് that makes humans feel weak. It's also a tool of political and social operation capable of destroying free thought and restricting human will. ജോർജ് ഓർവെൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ ഒരു കമന്റാണ്. വിശപ്പ് എന്നത് മനുഷ്യരെ ദുർബലരാക്കുന്ന ഒരു ജൈവികാവസ്ഥ മാത്രമല്ല, അത് സ്വതന്ത്രമായ ചിന്തയെ നശിപ്പിക്കാനും മനുഷ്യന്റെ ഇച്ഛാശക്തിയെ പരിമിതപ്പെടുത്താനും കഴിവുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക അടിച്ചമർത്തൽ ഉപാധി കൂടിയാണ്. ഇതാണ് വിശപ്പ് എന്ന് പറയുന്നത്. ഈ വിശപ്പാണ് ഇന്ന് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂട്ടപ്പട്ടിണിയാണ്. മാസങ്ങളോളമായി സഹോദരിമാരെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് എപ്പോഴെങ്കിലും ഇസ്രായേൽ കനിയുമ്പോൾ മാത്രം ലഭിക്കുന്നതാണ് അവർക്ക് ആശ്വാസമുള്ളത്. കുട്ടികൾ കരയുകയാണ്. ഒരാൾ പറയുന്നു, വിശന്ന് മരിക്കാനായ ഒരാളെ ഒരു വ്യക്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന വണ്ടിയിലെ ഡ്രൈവറും സമാനമാണ്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും അതേ അവസ്ഥയാണ്. എല്ലാവരും ഒരുപോലെ പട്ടിണി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ നാടിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചത്? നമുക്കൊരു നേരം ഭക്ഷണം കിട്ടാതിരുന്നാലുള്ള അവസ്ഥ ആലോചിച്ചത്. ഞാൻ ഇന്നലെ അസറിന് ശേഷം ഒരു 5-5:45 ഒരു ചായയും ഒരു കടിയും കഴിച്ച് ഞാൻ തീരുമാനിച്ചു, ഇന്നത്തെ എൻ്റെ ഒരു രാത്രി ഭക്ഷണം ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു. ഒരു ചെറിയൊരു സ്നാക്ക് കഴിച്ചു. എന്നിട്ട് രാത്രി ഒരു 10 മണിയായപ്പോൾ ഇങ്ങനെ വിശപ്പ് ഇങ്ങനെ തുടങ്ങി. അത് നേരം വെളുത്തപ്പോൾ ആ വിശപ്പ് ഒന്നുകൂടെ കൂടി. എന്നിട്ട് പിന്നെ 8:30-ക്കാണ് 2 പീരീഡ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് 3 ഇഡ്ഡലി കഴിച്ചത്. അപ്പോഴേക്കും നമ്മുടെ വയറ് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഗസയിലെ സഹോദരങ്ങളും സഹോദരിമാരും കുട്ടികളും ക്രൂരമായ മർദ്ദനത്തിനും പീഡനത്തിനും വിധേയമായി കൊണ്ടിരിക്കുകയാണ്. സകല ജനാധിപത്യവാദികളും മൗനത്തിലാണ്. മൗനമാണ്. എന്നാലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴുമൊക്കെ പ്രകടനങ്ങളും കമന്റുകളും രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസ്താവനകളൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ പ്രയാസപ്പെടുത്തുമാറ് ഏറ്റവും കൂടുതൽ ക്രൂരമായ മൗനം ഈ ഉമ്മത്തിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്ന്, മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തെ പറ്റി അവരെ ഉപമിച്ചുകൊണ്ട് പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമസലിൽ ജസദിൽ വാഹിദ് ഇദാ ഇശ്തകാ മിൻഹു ഉദ്വൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. മുസ്ലിങ്ങളുടെ ഉപമ എന്ന് പറഞ്ഞാൽ പരസ്പരം അവർ എങ്ങനെയാണ്? കമസലിൽ ജസദിൽ വാഹിദ്, ഒറ്റ ശരീരം പോലെയാണ് എന്നാ പറഞ്ഞത്.
നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ശരീരം മൊത്തം ഉറക്കമൊഴിക്കുമെന്നാണ്. അതിനുവേണ്ടി ആ വേദന അനുഭവിക്കും. എന്നിട്ട് ഉറക്കമൊഴിച്ചുകൊണ്ടും പനി പിടിച്ചുകൊണ്ടും ശരീരത്തിലെ ബാക്കിയുള്ള അവയവങ്ങളെല്ലാം അതിനോടൊപ്പമായിരിക്കുമെന്നാണ്. ഇതുപോലെയാവണം വിശ്വാസികൾ എന്നാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ അറബ് സമൂഹത്തിന്റെ അവസ്ഥ ദയനീയമാണ്. അവരുടെ മൗനം ക്രൂരമാണ്. ഒരു പഴമൊഴിയുണ്ട്, കിലാബുൽ ഹിറാസ ലാ തൻബഹു അലാ സയ്യിദിഹാ ഹത്താ ലൗ സരിഖ. എല്ലാ ഭാഷയിലും ഈ പഴമൊഴിയുണ്ട്. വേട്ടപ്പട്ടി അതിന്റെ യജമാനന്റെ മുമ്പിൽ കുരയ്ക്കുകയില്ല എന്നാണ്. ഹത്താ ലൗ സരിഖ, ആ യജമാനൻ മോഷ്ടിക്കുകയാണെങ്കിലും കുരയ്ക്കൂല എന്നാണ്. നമ്മുടെ അറബ് രാജാക്കന്മാരുടെ അവസ്ഥ ഈ പഴമൊഴിക്ക് സമാനമാണ്. ജൂത സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികൾ എല്ലാവരും കൂടി അറബ് രാഷ്ട്രത്തിന്റെ അറബികളുടെ നെഞ്ചത്ത് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു യഹൂദികളെ അവിടെ വന്ന് അവിടെ താമസിപ്പിച്ചു. അതിനുള്ള എല്ലാ സൗകര്യം ഒരുക്കി കൊടുത്തു. ഈ സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ അവർ വെറുതെ ഒരുക്കിയതല്ല, അവർക്ക് അതിന് എല്ലാവിധ സപ്പോർട്ടും അറബ് രാജാക്കന്മാർ നൽകിയെന്നാണ് ചരിത്രം പറയുന്നത്. സൗദി രാജാക്കന്മാർ, മറ്റ് എമിറേറ്റ്സുകളിലെ ആളുകൾ എല്ലാവരും കൂടി ഇതിന് ഒത്താശ കൊടുത്തു. ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ എന്തുകൊണ്ട് കുറച്ചാളുകളെ അവശേഷിപ്പിച്ച് ബാക്കി എല്ലാ യഹൂദികളെയും കൊന്നൊടുക്കി എന്നതിന് അദ്ദേഹം ഒരു ന്യായം പറയുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾ ലോകത്ത് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ കാണും, അപ്പോൾ നിങ്ങൾ പുകഴ്ത്തുമെന്നാണ് ഹിറ്റ്ലർ പറഞ്ഞത്. അത് അന്വർത്ഥമായിരിക്കണം. ആ യഹൂദികൾക്ക്, ക്രൂരരായ സയനിസ്റ്റ് യഹൂദികൾക്ക് അറബ് സമൂഹത്തിൽ ഫലസ്തീൻ മേഖലയിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഒത്താശ ആര് കൊടുത്തു? ഈ അറബികളാണ് കൊടുത്തത്, അറബ് രാജാക്കന്മാർ കൊടുത്തത്. അതുകൊണ്ട് ഈ അറബ് രാജാക്കന്മാർ ഇസ്രായേൽ എന്ന് പറയുന്ന ലോക ചട്ടമ്പി ഏത് ക്രൂരത അവിടെ കാണിച്ചാലും അതിനെതിരെ അറബ് രാജാക്കന്മാർ ശബ്ദിക്കുകയില്ല. ഇനി ആ നാട് ഒന്നടങ്കം വെട്ടിപ്പിടിച്ചാലും, ആ നാട്ടിലുള്ള ജനങ്ങളെ വേറെ ഏതെങ്കിലും നാടുകളിലേക്ക് അവർക്ക് അവിടെ സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞാലും അറബ് രാജാക്കന്മാർ അതിനെതിരെ ഒന്നും പ്രതികരിക്കില്ല. ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്ന് കാണുവാൻ സാധിക്കും. ലോകം തകർക്കപ്പെടുക തിന്മ ചെയ്യുന്നവരെ കൊണ്ടല്ല എന്നാണ്. ലോകം തകർക്കപ്പെടുക തിന്മ ചെയ്യുന്നവരെ കൊണ്ടല്ല. The world is not destroyed by evil doers, but by those who watch them without doing anything. ഷേക്സ്പിയർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. ലോകം നശിക്കപ്പെടുക, തകർക്കപ്പെടുക തിന്മ ചെയ്യുന്നവരെ കൊണ്ടല്ല, പിന്നെയോ ആരെ കൊണ്ടാണ്? തിന്മ കാണുമ്പോൾ ഒന്നും ചെയ്യാതെ മൗനം പാലിച്ചു നിൽക്കുന്ന ആളുകളെ കൊണ്ടാണ് ലോകം നശിക്കണം. ഇതാണ് ഇന്ന് അറബ് സമൂഹത്തിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും ഒക്കെ അവസ്ഥ. ഇനി ഇതാണ്. ഇത്രമാത്രം മനസ്സാക്ഷിയുടെ കോടതിയിൽ അനീതിക്കെതിരെ നിശബ്ദനായിരിക്കുന്നത് അക്രമിയുടെ പക്ഷത്ത് നിൽക്കുന്നതിന് തുല്യമാണ്. ഇതാണ് ഇന്ന് അറബ് ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അറബ് ലോകത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞു, അൽ അറബ് വൽ മുസ്ലിമൂൻ ലം തജ്തമിഉ ഫീഹിം ലാ ഹമിയത്തുൽ ജാഹിലിയ്യ വലാ മുറുഅത്തുൽ ഇസ്ലാം. ഇന്നത്തെ അറബ് സമൂഹത്തിന്റെ അവസ്ഥ, അവർക്ക് ഹമിയ ജാഹിലിയ ഇല്ല, അവർക്ക് മുറുഅത്തുൽ ഇസ്ലാമും ഇല്ല. എന്താ ഹമിയ ജാഹിലിയ എന്ന് പറഞ്ഞാൽ? പഴയ കാലഘട്ടങ്ങളിലെ പഴയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടങ്ങളിലെ അറബികൾക്ക് ഹമിയ ജാഹിലിയ ഉണ്ടായിരുന്നു. ഞങ്ങൾ അറബികളാണ്, ഞങ്ങളുടെ ഏതെങ്കിലും സഹോദരങ്ങൾ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ഞങ്ങൾ അവരോടൊപ്പമാണ് എന്ന് പറയുന്ന ഹമിയ ജാഹിലിയ പഴയകാല അറബികൾക്കുണ്ടായിരുന്നു. ഒരു പണ്ഡിതൻ പറഞ്ഞു, ഇന്ന് അറബികൾക്ക് ഞങ്ങളുടെ അറബ് സഹോദരങ്ങളാണ് ഗസയിൽ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുന്നത് എന്ന ആ ഒരു അറബ് ദേശീയത പോലും ഇല്ല എന്നാണ്. തീർന്നില്ല, വല മുറുഅത്തുൽ ഇസ്ലാം, അവർക്ക് ഇസ്ലാമിന്റെ പൗരുഷവുമില്ല. രണ്ടും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കഥ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
ഒരു പൂച്ചയെ കെട്ടിയിട്ട് വിശന്ന് ചത്തതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ പോയ കഥ പഠിപ്പിച്ചതുണ്ട്. ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിന് തിന്നാൻ കൊടുക്കാതെ വിശന്ന് പട്ടിണി മൂലം ചത്ത പൂച്ചയുടെ വിഷയത്തിൽ ഇടപെട്ട മതമാണ് ഇസ്ലാം. ആ സ്ത്രീ നരകത്തിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ 24 ലക്ഷം വരുന്ന ഫലസ്തീനികളെ ഉപരോധിച്ച് കൂട്ടമരണത്തിന്, പട്ടിണി മരണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ആ വിഷയത്തിൽ മൗനം പാലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് നാളെ പരലോകത്ത്? അതിന് എല്ലാവിധ ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന അറബ് രാജാക്കന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ദിബത് ഇംറഅത്തുൻ ഫീ ഇറ. പൂച്ചയുടെ കാര്യത്തിൽ ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടു എന്നതാണ്. അതിനേക്കാൾ ഭയാനകമായ അവസ്ഥയാണ് ഇന്ന് ഗസയുടെ വിഷയത്തിൽ ലോകം കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ബനു ഇസ്രായേൽ സമൂഹത്തിലെ ഒരു പെണ്ണിനെ പറ്റിയിട്ട് ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും. ഇംറഅ മൂമിസ. ആ ഇംറഅ മൂമിസയ്ക്ക് ഗുഫിറ ലിംറഅത്തിൻ മൂമിസ. ആ സ്ത്രീക്ക് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്നാണ്. എന്താണ് ആ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണം? മറത് ബികൽബിൻ അലാ റഅസി റകിയിൻ യൽഹസ്. ദാഹിച്ച് വലഞ്ഞ് വരുന്ന ഒരു നായയുടെ അടുത്തുകൂടെ ഈ പെണ്ണ്, മോശക്കാരിയായ ഒരു പെണ്ണാണ്, കുറ്റങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണ് ഈ നായയുടെ അടുത്തുകൂടെ നടന്നപ്പോൾ, ഈ കാഴ്ച കണ്ടപ്പോൾ നായയെ ദാഹം കൊല്ലാനാക്കിയിരിക്കുന്നു. ഇത് കണ്ട ഈ സ്ത്രീ തൻ്റെ കയ്യിലുള്ള പ്രത്യേകം വെള്ളമൊക്കെ എടുക്കാൻ പറ്റുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ട് അതിൽ വെള്ളം നിറച്ച് ഈ നായക്ക് കുടിക്കാൻ കൊടുത്തു. അതിന്റെ പേരിൽ ആ സ്ത്രീയുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് ലോകത്തുള്ള മുസ്ലിം സമൂഹം ഈ വിഷയം ചിന്തിക്കേണ്ടത്, അറബ് സമൂഹം ചിന്തിക്കേണ്ടത്, അറബ് ഭരണാധികാരികൾ ചിന്തിക്കേണ്ടത്. ലൈസ ബിൽ മുഅ്മിനി അല്ലദീ യബീതു ശബആനൻ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ മുഅ്മിനല്ല, അവൻ വിശ്വാസിയേ അല്ല എന്ന് പറയുന്നത്. എന്താ നമ്മുടെ ഗസയുടെ ചുറ്റുഭാഗത്തുമുള്ള അറബ് രാഷ്ട്രങ്ങളുടെ അവസ്ഥ എന്താ? ആ നാടുകളിൽ സുഭിക്ഷമാണ്, വിവാഹങ്ങളൊക്കെ കെങ്കേമമായി നടക്കുന്നു, നാടുകളുടെ ആഘോഷങ്ങൾ ഗംഭീരമായി നടക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആ ഭക്ഷണം വേസ്റ്റാക്കുന്ന നാടുകൾ അറബ് നാടുകളാണ് അത്ര. ഇതിനിടയ്ക്ക് പാകിസ്ഥാനിൽ നിന്നും ഇറങ്ങുന്ന തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന ആ പത്രത്തിൽ ഒരു ലേഖനത്തിന് തലക്കെട്ടതായിരുന്നു, സൗദി അറേബ്യ വേസ്റ്റാക്കുന്ന ഒരു വർഷത്തെ ഭക്ഷണം ഉണ്ടല്ലോ, ആ ഭക്ഷണം മതി ഗസയെ പുനരുജ്ജീവിപ്പിക്കാൻ എന്നാണ് കണക്ക്. ഈ ബാക്കിയുള്ള രാഷ്ട്രങ്ങളുടെ കണക്ക് അങ്ങനെ വേറെ നോക്കിയാൽ മതി. ഭക്ഷണത്തിൽ വേസ്റ്റാക്കി കളയാം. ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവരെയല്ല. ഗസയുടെ തൊട്ടടുത്ത് 114 മില്യൺ വരുന്ന ഈജിപ്തുകാരുണ്ട്. ഈജിപ്തുകാർ ഗസയുടെ നേരെ തൊട്ടാണ്. മഅബർ റഫ അതിർത്തി അവിടെയാണ്. ഈ അതിർത്തിയിൽ എല്ലാ ഭാഗത്തു നിന്നും ഭക്ഷണങ്ങൾ ടൺ കണക്കിന് വന്ന് കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. പക്ഷേ ഈജിപ്ത് എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിന്റെ തലവൻ സിസി അനങ്ങുകയില്ല. അദ്ദേഹം ജൂത സ്ത്രീക്ക് പിറന്നവനാണ്. അറബ് രാഷ്ട്രങ്ങളെ ഏത് ഭരണാധികാരികളെയും അവരോധിക്കുന്നതിൽ സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികൾക്ക് നല്ല പങ്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ മുസ്ലിങ്ങൾക്കുമെതിരെ ആരെന്ത് ചെയ്താലും മൗനം പാലിക്കുന്നത്. കൊണ്ടാണ് അത് ഏത് അറബ് രാഷ്ട്രമായാലും ശരി. ഈ റഫ അതിർത്തിക്ക് തൊട്ടാണ് ഗസ കിടക്കുന്നത്. ആ അതിർത്തി അടച്ചിരിക്കുകയാണ്. ഒരാള് പറഞ്ഞിട്ടും തുറക്കൂല. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി തുറക്കാൻ പറഞ്ഞിട്ടില്ല. അയാൾ തുറക്കാൻ പറഞ്ഞാലേ ഈ റഫ അതിർത്തി തുറക്കുകയുള്ളൂ. ഈജിപ്ത് എന്താ കാരണം? ഈജിപ്തിലെ നല്ലൊരു ശതമാനം സൈനികർക്കും ശമ്പളം കൊടുക്കുന്നത് യഹൂദിയും അമേരിക്കയും ഇസ്രായേലുമാണ്.
അപ്പൊ പിന്നെ അവരോടല്ലേ കൂറ് കാണിക്കും? ഇതൊക്കെ ചരിത്രത്തിലുള്ള സംഭവം, രേഖപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാ. ഈ 114 മില്യൺ ഈജിപ്തുകാർ ഗസയിലുണ്ട്. ആ ഗസയിൽ ഒരു പ്രശസ്തമായ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, ജാമിഅത്തുൽ അസ്ഹർ. 114 മില്യൺ മുസ്ലിങ്ങളുണ്ട്. ലോക മുസ്ലിം സമൂഹത്തിന് എന്നും അഭിമാന ചിഹ്നമായ ജാമിഅത്തുൽ അസ്ഹർ ഉണ്ട്, അസ്ഹർ യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ അസ്ഹർ യൂണിവേഴ്സിറ്റിക്ക് ഒരു മുഫ്തിയുണ്ട്, ഉലമാക്കളുള്ള നാടാണ്. പക്ഷേ ആ മുഫ്തി ഗസയുടെ വിഷയത്തിൽ ഒരു 4-5 ദിവസം മുമ്പ് ശക്തമായ ഒരു ഫത്വ ഇറക്കിയപ്പോൾ സിസി എന്ന് പറയുന്ന ക്രൂരനായ ഈജിപ്തിന്റെ ഭരണാധികാരി ആ ഫത്വ പിൻവലിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ജീവൻ പോകും എന്നാണ്. നാടിന്റെ അവസ്ഥയാണ് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ. ഇവിടെയാണ് അറബ് ഭരണാധികാരികളോട് ഷെയ്ഖ് യൂസുഫുൽ ഖർളാവി പലപ്പോഴായി പറയുന്ന 2 പ്രധാനപ്പെട്ട കമന്റുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് എപ്പോഴും വരേണ്ടതാണ്. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ചോദിച്ചു, അറബ് ഭരണാധികാരികളോട് ചോദിച്ചു, മാദാ സതഖൂലൂന ലിത്താരീഖ് അൻ തഖല്ലീകും അൻ മസ്ഊലിയതികും അമാമ അൽളമ. ഇസ്രായേലും അമേരിക്കയും ചെയ്തു കൂട്ടുന്ന ഈ തോന്നിയവാസങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ മാറി നിൽക്കുന്നത് ചരിത്രം നിങ്ങളോട് പറയും. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാത്തതെന്ന് ചരിത്രം നിങ്ങളോട് ചോദിക്കും. യൂസുഫ് ഖർളാവി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. നിങ്ങളുടെ സഹോദരങ്ങൾ ഗസയിൽ അറുകൊല ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്കത് വഷളത്തരമാണ്. ആറുനാളേക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് അനങ്ങാതിരിക്കുവാൻ കഴിയുന്നത്? അനങ്ങാപ്പാറമായ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വീകരിക്കുവാൻ കഴിയുന്നത് എന്ന് ഡോക്ടർ യൂസുഫ് ഖർളാവി ചോദിച്ചു. അറബ് സമൂഹമേ, നിങ്ങൾ അബൂ ഉബൈദയുടെ പേരക്കുട്ടികളാണ്. ഖാലിദ് ബിൻ വലീദിന്റെ പേരക്കുട്ടികളാണ് നിങ്ങൾ. താരിഖ് ബിൻ സിയാദിന്റെയും പേരക്കുട്ടികളാണ്. ചരിത്രത്തിലെ വലിയ വലിയ വിജയഗാഥകൾ രചിച്ച ആളുകളുടെ മക്കളാണ് നിങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ദൗത്യം ഗസ വിഷയത്തിൽ നിങ്ങൾ നിർവഹിക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, ഇടപെടേണ്ട സമയത്ത് നിങ്ങൾ ഇടപെടുന്നില്ല എങ്കിൽ, റഫ അതിർത്തി നിങ്ങൾ തുറന്നു കൊടുക്കുവാൻ തയ്യാറാവുന്നില്ല എങ്കിൽ ലോകം നിങ്ങളെ ചൂലുകൊണ്ടടിക്കും. ഡോക്ടർ യൂസുഫ് ഖർളാവി പറയാണ്, ലോകം നിങ്ങളെ ചൂലുകൊണ്ടടിക്കും. ഇദാലം തതഹറകൂ, നിങ്ങൾ ഇളകുന്നില്ല എങ്കിൽ, നിങ്ങൾ അനങ്ങുന്നില്ല എങ്കിൽ. ഡോക്ടർ യൂസുഫ് ഖർളാവി അന്നേ ഇത് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ അറബ് ലോകത്തിന്റെ ക്രൂരമായ മൗനം, ഇതാണ് അവസ്ഥ. ഇവിടെ ഒരു ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഈ സംഭവം ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ട സംഭവമാണ്. എന്തുകൊണ്ടാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ ഒന്നും ഇടപെടാത്തത്? സ്പെയിനിലെ ഒരു ടോളിഡോ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭൂപ്രദേശമുണ്ട്. ടോളിഡോ എന്ന് പറയുന്ന മുസ്ലിം ഭൂപ്രദേശം, ഇത് 5-ാം ഭൂപ്രദേശത്തിനും ചുറ്റുമുള്ള മുസ്ലിം ഭരണാധികാരികൾക്കും രാജ്യങ്ങൾക്കും പറ്റിയ ഒരു സംഭവം ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഹിജ്റ 5-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ സ്പെയിനിലെ ഒരു രാജാവായിരുന്ന അൽഫോൻസോ 6-ാമൻ, അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ കാസ്റ്റൈൽ സാമ്രാജ്യം സൈനിക വികാസം പ്രാപിച്ചു. അന്തലൂസിന്റെ ചരിത്രം ഇത് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്, സ്പെയിനിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഉമവിയ ഖിലാഫത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം സ്പെയിനിൽ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ, മുസ്ലിങ്ങളായ നാട്ടുരാജ്യങ്ങളൊക്കെ പരസ്പരം തകരുന്ന ചിദ്ധതയിൽ അനൈക്യത്തിൽപ്പെട്ട അവസ്ഥ ഉണ്ടായി. ഈ സന്ദർഭത്തിൽ അൽഫോൻസോ എന്ന് പറയുന്ന ഈ ചങ്ങാതി പ്രധാനപ്പെട്ട സ്പെയിനിലെ ഒരു നഗരമായ ടോളിഡോ എന്ന് പറയുന്ന ഈ നഗരം ഇത് പിടിച്ചെടുക്കുവാനും കൈക്കലാക്കുവാനും വേണ്ടി തീരുമാനിച്ചു. ആ സന്ദർഭത്തിൽ ടോളിഡോയിലെ ജനങ്ങൾ പരമാവധി പിടിച്ചു നിന്നു. ഒരുപാട് പ്രയാസങ്ങൾ അതിന്റെ പേരിൽ അവർ അനുഭവിച്ചു. ടോളിഡോയിലെ മുസ്ലിം സമൂഹം അവരെ കൊണ്ട് സാധ്യമാവുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. പക്ഷേ
അവസാനം അവർക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല. ടോളിഡോയിലെ ആ മുസ്ലിം ഭൂപ്രദേശം സ്പെയിനിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് കീഴടങ്ങി. അപ്പൊ ക്രിസ്ത്യനായ ആ രാജ്യം ടോളിഡോ കീഴടക്കിയ ആ ആളുകൾ ചോദിച്ചു, കീഴടങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത്രയും വർഷം നീണ്ട ഉപരോധം നിങ്ങൾ എന്തിനാണ് സഹിച്ചത്? ടോളിഡോക്കാരോട് ചോദിച്ചു. അപ്പൊ ടോളിഡോയിലെ മുസ്ലിങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങളായ തവായിഫ് ഭരണാധികാരികളിൽ നിന്നുള്ള സഹായം ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പരിസരത്തുള്ള മുസ്ലിം ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്, ഈ രാജ്യങ്ങളുടെ സഹായം ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ സ്പെയിൻ ക്രിസ്ത്യാനികൾ പറഞ്ഞു, തവായിഫ് ഭരണാധികാരികളോ? അവർ നിങ്ങളുടെ ഉപരോധത്തിൽ ഞങ്ങളുടെ ഒപ്പമായിരുന്നു. തവായിഫ് ഭരണാധികാരി അവർ മുസ്ലിങ്ങളാണ്. ഈ തവായിഫ് ഭരണാധികാരികൾ നിങ്ങളുടെ ടോളിഡോയിലെ മുസ്ലിം സമുദായത്തെ ഉപരോധിക്കുമ്പോൾ, പട്ടിണിക്കിട്ട് കൊല്ലുമ്പോൾ ഈ മുസ്ലിങ്ങളായ ഈ ഭരണാധികാരികൾ ഞങ്ങളോടൊപ്പമായിരുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ട് പിന്നീട് സംഭവിച്ചത് എന്താണ്? ക്രൂരമായ പട്ടിണി മുഖേന തകർന്ന് ആ നാടങ്ങ് തരിപ്പണമായി. അവസാനം അയൽ രാജ്യത്തുള്ള മുസ്ലിം രാജ്യങ്ങളൊക്കെ ഈ രാജാവിന്, ക്രിസ്ത്യൻ രാജാവിന് എല്ലാ സപ്പോർട്ടും സഹായങ്ങളും അതേപോലെ തന്നെ മറ്റു പലതുമൊക്കെ കൊടുത്ത് എന്തിനു വേണ്ടി? തങ്ങളുടെ രാജ്യത്തിന് നേരെ വരാതിരിക്കാൻ വേണ്ടി. പക്ഷെ അവസാനം ഈ അയൽ രാജ്യത്തുള്ള അയൽ രാജ്യക്കാരായ മുസ്ലിം ഭരണാധികാരികൾക്ക് അവസാനം എന്ത് സംഭവിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. എല്ലാവരെയും വെട്ടിപ്പിടിച്ചു. അങ്ങനെയാണ് സ്പെയിൻ മുസ്ലിം സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. ഇതേ ഗതിയാണ് ഇപ്പോൾ ഉള്ളത് അറബ് സമൂഹമേ. അറബ് സമൂഹത്തിനും ഈ ഗതിയാണ് വരാനിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളായ ഗസയിലെ മുസ്ലിം സമൂഹത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ അവരെ സഹായിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സുഖമൊക്കെ ലഭിക്കും. പക്ഷേ ഇസ്രായേലിന് വേറൊരു കാഴ്ചപ്പാടുണ്ട്. അവരുടെ ഭൂപടത്തിൽ വിശാല ഇസ്രായേൽ, ആ ഭൂപടത്തിൽ സൗദി അറേബ്യയുണ്ട്, ആ ഭൂപടത്തിൽ ജോർദാനുണ്ട്, ആ ഭൂപടത്തിൽ മിസ്റുണ്ട്, ഒരുവിധം അറബ് രാജ്യങ്ങളൊക്കെയുണ്ട്. അതെല്ലാം കൂടി വെട്ടിപ്പിടിക്കുമ്പോഴേ ഇസ്രായേൽ എന്ന് പറയുന്ന മാടമ്പി രാഷ്ട്രത്തിന് മതിയാവുകയുള്ളൂ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് മുസ്ലിം സമുദായം പാഠം പഠിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ഈ ചരിത്രം നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗസയിലെ മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഭക്ഷണം വെള്ളവും ധാരാളം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാത്ത ദയനീയമാണ് സഹോദരങ്ങളെ. ശാന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട വീഡിയോസുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ കാണിക്കുന്ന ഒരു വലിയൊരു സാധനം, അതിലിങ്ങനെ ഗസയിലെ ഇത്തരം സംഭവങ്ങൾ, ദയനീയമായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരും. കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാതെ ഒരു ജനത 4-5 മാസത്തിലേറെയായി കൊടും പ്രയാസത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഇനി പ്രസക്തിയുള്ളൂ. നമ്മൾ വിചാരിക്കും അറബ് സമൂഹവും മറ്റുമൊക്കെ ഗസക്കാരെ വഞ്ചിച്ചു എന്ന്. അല്ല, അറബ് സമൂഹം ഗസക്കാരെ അല്ല വഞ്ചിച്ചിരിക്കുന്നത്. അറബ് സമൂഹം അള്ളാഹുവിനെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. അറബ് സമൂഹം അള്ളാഹുവിനെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. മുസ്ലിം സമൂഹം അള്ളാഹുവിനെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള അതിക്രൂരമായ ഈ സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിന് പരമാവധി ചെയ്യാനുണ്ട്, ഓരോരുത്തർക്കും ചെയ്യാനുണ്ട്. ഞാൻ എന്ത് ചെയ്തു ഗസയ്ക്ക് വേണ്ടി? ഈ ചോദ്യം ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കണം. ഗസയ്ക്ക് വേണ്ടി എനിക്ക് ഒരു നേരം പട്ടിണി ഒഴിവാക്കാൻ, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? അത് ഇബാദത്താണ്. നോമ്പെടുക്കാൻ പറ്റുമോ? അത് അതിലേറെ ഇബാദത്താണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഗസയിലെ മുസ്ലിം മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ തിന്നാനും കുടിക്കാനും ഒന്നുമില്ലാതെ നരകയാതന അനുഭവിക്കുമ്പോൾ നമ്മുടെ നാട്ടുകളിൽ, വീടുകളിൽ നടക്കുന്ന കല്യാണങ്ങളിൽ കെങ്കേമമാവാൻ പാടില്ല. വീട്ടിൽ നടക്കുന്ന സൽക്കാരങ്ങൾ ധൂർത്താവാൻ പാടില്ല. എല്ലാ നിലയ്ക്കും മുസ്ലിം സമൂഹം ശ്രദ്ധിക്കണം. ഗസയ്ക്ക് വേണ്ടി ആലത്തൂരിലുള്ള ഒരാളോട് ചോദിക്കുക, അല്ല അബൂബക്കറെ, നീ ഗസയ്ക്ക് വേണ്ടി എന്താ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ മകന്റെ കല്യാണത്തിന് ഭക്ഷണമൊന്നും ദൂർത്ത് ആവശ്യത്തിന് മതി എന്ന് തീരുമാനിച്ചു. ഞാൻ ഒരു ദിവസം നോമ്പെടുത്തു. ഞാൻ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കി.
ഞാൻ 5 നേരം അള്ളാഹുവിനോട് ഗസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഗസയ്ക്ക് വേണ്ടി ചെയ്തു. ഇങ്ങനെ ഓരോരുത്തർക്കും പറയാൻ പറ്റുമോ? അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. ഇല്ല എങ്കിൽ ഇതേ ഗതി നമുക്ക് വരും. ഇന്ത്യയിൽ സംഘ് പരിവാർ ഫാഷിസ്റ്റുകൾ ബീഹാറിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആധാറിന്റെ പേരിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അപ്രത്യക്ഷരായിരിക്കുന്നു, പൗരന്മാരല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മസ്ജിദുൽ നബവിയും മസ്ജിദുൽ ഹറാമും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അറബ് രാജാക്കന്മാർ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംഘ് പരിവാർ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ ഇടപെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇടപെടൂല കേട്ടോ. ഒരറബ് രാഷ്ട്രത്തിന്റെ നേതാക്കന്മാരും രാജാക്കന്മാരും ഇടപെടൂല. അവർ ഇടപെടുകയാണെങ്കിൽ ഗസയിൽ ഇടപെടേണ്ടതായിരുന്നു, ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് നാം ഗസയുടെ വിഷയത്തിൽ മൗനികളാവരുത്. ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ, അവരുടെ ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊടുക്കുമാറാവട്ടെ, എല്ലാവിധ ഭക്ഷണ സൗകര്യങ്ങളും മറ്റുമൊക്കെ അവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യുദ്ധത്തിന്റെ ഭീകരാവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും തഖ്വ ചെയ്തുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആലത്തൂർ ടൗൺ മെയിൻ റോഡിലുള്ള ജസീന സ്റ്റോർ ഉടമ അബൂബക്കർ സാഹിബ് വീണ് തലയ്ക്ക് പരിക്ക് പറ്റി വെന്റിലേറ്ററിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി നമ്മോടൊപ്പം ഒരുമിച്ച് കൂടുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെ പേരിൽ കുടുംബത്തിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയായി പോയിട്ടുള്ള വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ മറ്റുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു തരുമാറാവട്ടെ. ബിസിനസ് തകർന്നതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, സാമ്പത്തികമായ പരാധീനതകളുടെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസം ദൂരീകരിച്ചു തരുമാറാവട്ടെ, എല്ലാവരുടെയും അസുഖങ്ങൾ മാറ്റി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.